8. ചോദ്യോത്തരങ്ങൾ. കണ്ണാടിപ്പുഴ ഒഴുകുന്നു. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം തമ്പിസാറ് ചോദിച്ചു, തോമസേ, മാവിലുണ്ടാകുന്നത് എന്തെന്നാ? ഉത്സാഹത്തോടെ അവൻ പറഞ്ഞു, മാങ്ങ. വീണ്ടും ചോദ്യം, തെങ്ങിലുണ്ടാകുന്നതോ? അത്യുത്സാഹത്തോടെ ഉത്തരം, തേങ്ങ. പ്ലാവിലുണ്ടാകുന്നതോ? ചക്ക. അതെന്താ തോമസേ പ്ലാങ്ങയാകാഞ്ഞത്? ചോദ്യം തലക്കേറ്റ് അവൻ കുനിഞ്ഞു. വ്യാകരണഭാരം കൊണ്ട് മുതുകു വളച്ച് കുട്ടികൾ തമ്പിസാറിനെ ഒളിഞ്ഞു നോക്കി. 2ആയി പിന്നിയിട്ട മുടിയിൽ ഒന്നിൽ പിടിച്ചു വലിച്ച് ഇരിക്കുകയായിരുന്ന എൽസി പെട്ടെന്ന് ഉത്തരം പറഞ്ഞു, സാറേ, പ്ലാവിൽ ആദ്യമുണ്ടായത് ചക്കയായതുകൊണ്ടാ അത് പ്ലാങ്ങയാകാഞ്ഞത്. തമ്പിസാറിന്റെ വാ പിളർന്നു, കണ്ണു തള്ളി. നീണ്ടുവരുന്ന നാവിൽ ചത്ത പല്ലി പോലെ ഭാഷാശാസ്ത്രം വാലറ്റ് കിടന്നു. തോമസിന് എൽസിയോട് പ്രേമമായി. കണ്ണാടിപ്പുഴ ഒഴുകുന്നു. തോമസ് തൊങ്കി തൊങ്കി കടവിൽ ചെന്നു നിന്നു. പ്രഭാതത്തിൽ കണ്ണാടിപ്പുഴ കുളിച്ചു വരുന്നു. കാലബോധത്തിന്റെ മത്തുകൾ മറന്ന് ഉത്തരങ്ങളുടെ പുതുവസ്ത്രങ്ങൾ നെയ്തണിഞ്ഞ് വഞ്ചികൾ ഒഴുകുന്നതും നോക്കി കടത്തുവക്കിൽ തോമസ് ഇരുന്നു. അവനറിയാം, പുഴ ഒരു വിൽപ്പനച്ചരക്കാണ്, പ്രണയവും ധ്യാനവും നിറഞ്ഞ ഒന്ന്. വ്യാകരണം പഠിച്ച മാത്തച്ഛൻ തിരുത്തി, അല്ല, പുഴ ഒരു സംസ്കാരമാണ്. തോമാവൈദ്യൻ പറയുന്നു, പുഴ ഒരു ജീവിത രീതിയാണ്. അതുകൊണ്ട് കണ്ണാടിപ്പുഴ വാസികൾക്ക് ഞാൻ നിത്യം എണ്ണക്കുളി വിധിച്ചു. ആരോഗ്യം നോക്കി കുളിക്കുന്നവരും ഉണ്ട്. വർക്കി തൊഴുകയോടെ പറഞ്ഞു, പുഴ ഒരു അതിരാണ്, നെൽപ്പാടവും കരിമ്പുതോട്ടവും വേർതിരിക്കുന്ന ദേശസ്ഥലി, ഇടം. പൂക്കൈതയുടെ മറപറ്റി കുളക്കോഴികൾ മുട്ടയിട്ടു പെരുകുന്ന തടം. രാത്രി സഞ്ചാരികൾ ചൂട്ടുകുത്തിക്കെടുത്തി പുക പൊങ്ങുന്ന തിരശ്ശീലയുടെ മണം. അതിരുമാന്തുന്നവർ പകച്ചു നോക്കുന്നു. ശ്രീനിവാസൻ പുകക്കറകളിൽ തറഞ്ഞു വിലപിക്കുന്നു. തലമുറകളെ കേൾക്കാം, പുഴ ഒരു ദൂരമാണ്. വെട്ടി പിടിക്കുന്ന ഇടങ്ങളും ഉപേക്ഷിക്കുന്ന ജീവിതവും തമ്മിലുള്ള അന്തരമാണ് വിശ്വാസവും ബോധ്യവും തമ്മിലുള്ള ദൂരം. ബലിവേദിയിൽ പശുക്കൾ അറുക്കപ്പെട്ടു. പുഴമുഖത്ത് തെളിഞ്ഞുകൊണ്ട് ദാമോദരൻ പറഞ്ഞു, തോമസ് പറഞ്ഞതാണ് ശരി, അതൊരു കയറാണ്, വിൽപ്പനച്ചരക്ക്. വളർത്തുമൃഗങ്ങളെ ദാനം വാങ്ങുമ്പോൾ ഉടമസ്ഥൻ ദാനം തരുന്ന ഉറപ്പ്. കച്ചവടത്തിലെ ലാഭം, കച്ചവടക്കാരുടെ ലാഭം, ദൈവശാസ്ത്രത്തിന്റെ പിടിവള്ളി, വേദബോധങ്ങളുടെ പിതൃസൂക്തം. ഭാവി കാലത്തിന്റെ വലയിൽ ഒരു ചെറുമീനിന്റെ വ്യാമോഹം. പുഴ പുഴയാണ്, ഒരു സംഘകാലമാണ്. അതിരുകൾ മുറിക്കുന്ന ജീവന്റെ നിരന്തരമായ അതിരില്ലായ്മയാണ്. സംഗീതമാണ്. ഇടിവെട്ടിന്റെയും മിഴാവിന്റെയും മഴയും നിറവുമാർന്ന് ആത്മാവുകൾ സംഘം ചേരുന്ന കാലമാണ്. നിഷാദ ദൈവതങ്ങളുടെ അമ്മ. തോമസ് പറഞ്ഞു, അമ്മേ, നിന്റെ തിട്ടിൽ 6 അടി അളന്നു വാങ്ങാൻ എൻ്റെ കയ്യിൽ സമ്പാദ്യം ഒന്നുമില്ല. ദേവസി പറഞ്ഞു, അതൊരു ദാഹമല്ല. ജീവിതം വരണ്ടുണങ്ങുമ്പോൾ നനഞ്ഞ ഏതു മണ്ണും കിണറു തന്നെ. മുങ്ങുന്നത് എപ്പോഴും സമുദ്രത്തിലാണ്, ഒരേ ഒരു സമുദ്രത്തിൽ. ചന്ദ്രശേഖരൻ ഒന്നും ഉരിയാടാതെ പുഴയെ മുടിക്കെട്ടിന്റെ നിത്യശിഖരത്തിൽ പ്രാർത്ഥനാപൂർവം ഏന്തി. അനേകം കൈവഴികൾ ചേർന്ന് പുഴകൾ സംഘം ചേർന്നു തുടങ്ങി. പുഴ ഒരു സന്ദേശമാണ്. വിദൂര ജന്മതടങ്ങളിൽ നിന്ന്
അത് ഒഴുകിയെത്തുന്നു. കടത്തുവക്കിൽ തോമസ് പടിഞ്ഞിരുന്നു. കുളിക്കാം എന്നു തീരുമാനിച്ച് പിന്നെ വേണ്ട എന്നു തീരുമാനിച്ചു. തോമസ് അങ്ങനെയാണ്. അല്പം ആലോചന വന്നാൽ പിന്നെ ഫലിതമേ തോന്നൂ. പ്രവൃത്തി കണ്ടാൽ മറ്റുള്ളവർക്കും അതുതന്നെയേ തോന്നൂ. ഇന്ന് എന്ത് വെളിച്ചമാണ് പ്രഭാതത്തിന്, എന്തു നിറങ്ങളാണ് ചുറ്റുവട്ടത്തിന്. എന്നാൽ അവനറിയാം, ചുമടു താങ്ങിക്കും അടിയിലൂടെ ഓർമ്മയിൽ വരാൻ പാടില്ലാത്ത ജന്മങ്ങൾ ഒഴുകുന്ന ജലത്തെ ചൂടുന്നു. അടിതെറ്റിയ മലമുത്തിയുടെ മുടി നീരൊഴുക്കുകളെ തിരിക്കുന്നു. വേയ്ക്കുന്ന ഷൂസുകൾ കടവിൽ നിന്ന് കടവിലേക്ക് കാലിനെ തേടുന്നു. മുത്തച്ഛൻ്റെ ഊന്നുവടി പുഴയിലുണ്ട്. കുട്ടികൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അവർ കുളിക്കാൻ ഇറങ്ങുന്നു. പാരമ്പര്യം പാടി ചുറ്റോളങ്ങൾ ശബ്ദമുണ്ടാക്കുന്നു. വിജനമായ വഴിയുടെ നടുവിൽ ചോദ്യങ്ങൾ തൂങ്ങിക്കിടക്കുന്നു. ഉത്തരം ഒഴുകുന്നു. ആർ ആരോടാണ് ചോദിക്കേണ്ടത്? ആർ ആർക്കാണ് ഉത്തരം കൊടുക്കേണ്ടത്?